ലാവൻഡർ, മാവൻ, ഗോസ്പെൽ ഈ പേരുകളൊന്നും നമുക്കത്ര സുപരിചിതമല്ല. എന്നാൽ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എ സിസ്റ്റംസ് റൺ ചെയ്യുന്ന ഒരു യുദ്ധത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ, ഇസ്രായേൽ, US യുദ്ധം മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി കംപ്ലീറ്റ്ലി സിസ്റ്റംസ് കൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന യുദ്ധമാണ്. ഞാൻ ഈ പറഞ്ഞ പേരുകളെല്ലാം ഇതിലുപയോഗിച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് മോഡൽസും ടൂൾസുമാണ്. എങ്ങനെയാണ് ഇവ യൂസ് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇവയുടെ ഉപയോഗങ്ങൾ? ഫെബ്രുവരി 28 US ഇറാനിൽ ആദ്യത്തെ ബോംബ് ഇട്ടപ്പോൾ പിന്നീട് അത് കഴിഞ്ഞ് വരാനുള്ള ഏതാണ്ട് 1000-ഓളം ബോംബുകളുടെ ടാർഗറ്റുകൾ അതിനു മുമ്പേ തന്നെ ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യന് സാധ്യമാകുന്നതിനും അപ്പുറം ഡേറ്റ പോയിൻറ്റ്സ് അനലൈസ് ചെയ്ത് ടാർഗറ്റുകളെ ഫിക്സ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിസ്റ്റംസാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. നമ്മളിന്ന് പോകുന്നത് ആ സിസ്റ്റംസിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ആദ്യമായിട്ട് കൂട്ടത്തിൽ ഭീമനായ US-ൻ്റെ സിസ്റ്റത്തിലേക്ക് പോകാം. US ഉപയോഗിക്കുന്ന മെയിൻ സിസ്റ്റത്തിൻ്റെ പേരാണ് മേവൻ സ്മാർട്ട് സിസ്റ്റം. എന്താണ് മേവൻ സ്മാർട്ട് സിസ്റ്റം? മേവൻ സ്മാർട്ട് സിസ്റ്റം ഇപ്പോൾ ഒന്നും ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സിസ്റ്റമല്ല. 2017 തന്നെ ഡാർപ്പ, ഡിഫൻസിൻ്റെ അഡ്വാൻസ്ഡ് പ്രോജക്റ്റ് റിസർച്ച് ഏജൻസിയാണ്, ഡാർപ്പ ഡെവലപ്പ് ചെയ്തൊരു പ്രോജക്റ്റാണ് മേവൻ എന്ന് പറയുന്ന പ്രോജക്റ്റ്. അന്ന് ഗൂഗിളായിരുന്നു ഡാർപ്പയെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്ന ടെക് ജയൻറ്റ്. പക്ഷേ പിന്നീട് ഗൂഗിൾ എംപ്ലോയീസിൻ്റെ പ്രതിഷേധവും മറ്റും കാരണം ഗൂഗിൾ പിൻവാങ്ങി. പകരം ക്ലോഡ് അല്ലെങ്കിൽ ആന്ത്രോപ്പിക് ഉള്ളിൽ വരുന്നു. ആന്ത്രോപ്പിക്കാണ് മേവൻ്റെ ഈ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റിനെയും സപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ആന്ത്രോപ്പിക്കും പെൻറ്റഗണും തമ്മിൽ ചെറിയ ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ കൂടിയും ക്ലോഡാണ് ഇതിൽ റൺ ചെയ്യുന്ന മോഡൽ. കറൻ്റ്ലി പാലൻറ്റീർ ടെക്നോളജീസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ ഡിഫൻസ് കോൺട്രാക്ടറുകളായ ഒരു കമ്പനിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഈ മേവൻ എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ഡേറ്റ പോയിൻറ്റ്സിനെ അനലൈസ് ചെയ്യാനായിട്ട് ഈ മേവൻ സിസ്റ്റത്തിന് സാധിക്കും. പല ഡേറ്റ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ഇമേജസ്, ഹ്യൂമൻ ഇൻ്റലിജൻസ്, ബാക്കിയുള്ള ജിയോ പൊസിഷൻ ഇൻ്റലിജൻസ്, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഡേറ്റ പോയിൻറ്റ്സിനെ അനലൈസ് ചെയ്ത് ഒരു സ്ട്രൈക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ട്രൈക്കിലുണ്ടാകുന്ന നാശനഷ്ടം എത്രയാണ്, രണ്ടാമതൊരു സ്ട്രൈക്കിൻ്റെ ആവശ്യം വരുമോ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ പിക്ചർ ഒരു കമാൻഡ് ഓഫീസർക്ക് കൊടുക്കാനായിട്ട് മേവൻ സ്മാർട്ട് സിസ്റ്റത്തിന് കഴിയും. ഇത് ക്ലാസിഫൈഡ് ആയിട്ടുള്ള പെൻറ്റഗണിൻ്റെ നെറ്റ്വർക്കിലാണ് റൺ ചെയ്യുന്നത്. നമ്മൾ ഇൻ്റർനെറ്റിലല്ല, സെപ്പറേറ്റ് ആയിട്ട് US പെൻറ്റഗണിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കുണ്ട്. ആ നെറ്റ്വർക്കിലാണ് ഇത് റൺ ചെയ്യുന്നത്. കറൻ്റ്ലി US-ൻ്റെ അകത്ത് തന്നെയുള്ള സെർവേഴ്സ് വഴിയാണ് ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതെല്ലാം തന്നെ. പക്ഷേ അതിൻ്റെ ഒരു ലാഗും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എഡ്ജ് സെർവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ US ട്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈ മേവൻ സ്മാർട്ട് സിസ്റ്റമാണ് കംപ്ലീറ്റ്ലി ഇറാനിലുള്ള US ഓപ്പറേഷൻസ് കംപ്ലീറ്റ്ലി ഡ്രൈവ് ചെയ്യുന്നത്. ഈ മേവൻ സ്മാർട്ട് സിസ്റ്റമാണ്. വാൾസ്ട്രീറ്റ് ജേർണലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച്, വാഷിങ്ടൺ പോസ്റ്റും വാൾസ്ട്രീറ്റ് ജേർണലും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് US ഉന്നതരായിട്ടുള്ള സൈനിക മേധാവികൾ പറയുന്നത് ഈ മേവൻ സ്മാർട്ട് സിസ്റ്റം ശരിക്കും ഒരു ബാറ്റിൽ ഗ്രൗണ്ടിൻ്റെ ഒരു വീഡിയോ ഗെയിം ലൈക്ക് ഫീലിംഗ് ആയിരിക്കും ഒരു കമാൻഡോയ്ക്ക് കൊടുക്കുന്നത്, ഒരു കമാൻഡിങ് ഓഫീസറിന് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ട്രൈക്കിൻ്റെ അത് ഒരു പ്രയോറിറ്റൈസേഷൻ എങ്ങനെയാണ്, അതായത് നമ്മളിപ്പോൾ ഒരു 5 കീ ടാർഗറ്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കീ ടാർഗറ്റിൻ്റെ പ്രയോറിറ്റൈസേഷൻ എങ്ങനെ, ഏറ്റവും സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാരാണ്, ഇയാൾക്ക് ഏത് സ്ഥലത്താണുള്ളത്, ഇയാളുടെ അവിടെ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, അങ്ങനെ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അനലിസ്റ്റുകൾ ഇരുന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് അനലൈസ് ചെയ്യുന്ന സാധനമൊക്കെ ഈ മേവൻ സ്മാർട്ട് സിസ്റ്റം ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ചകൾ കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്ത് റിസൾട്ട്സ് തരുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. അതിൽ ഏറ്റവും വലിയ ആർമി യൂണിറ്റ് ഉള്ള രാജ്യമാണ് അമേരിക്ക. അതിപ്പോൾ നാവികപ്പടയായാലും ശരി, കാലാൾപ്പടയായാലും ശരി, വായുസേന ആയാലും ശരി, ഏറ്റവും കൂടുതൽ ഡിവൈസസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉള്ള രാജ്യമാണ് അമേരിക്ക. ഇത്രയും എക്യുപ്മെൻറ്റ്സും ഇത്രയും വലിയൊരു ആർമി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അവിടെ ഒരു സിസ്റ്റംസിനെ കൊണ്ടുവരുന്നു. ഈ ഫൈറ്റർ ജെറ്റ്സുകളിലും നേവൽ കാരിയേഴ്സ്, സബ്മറൈൻസ്, ഇതിൻ്റെ എല്ലാം പല കമ്പോണൻസിലും സെൻസേഴ്സ് വയ്ക്കുന്നു. സെൻസേഴ്സ് വെച്ചതിന് ശേഷം ഈ കമ്പോണൻസിൻ്റെ ഒരു മെയിൻ്റനൻസ് സൈക്കിൾ അവർ മോണിറ്റർ ചെയ്യുന്നു. കംപ്ലീറ്റ്ലി ബാറ്റിൽ ഗ്രൗണ്ടിലോട്ട് പോകുന്ന ഓരോ ഡിവൈസും ഓരോ എക്യുപ്മെൻറ്റും കംപ്ലീറ്റ്ലി ഫ്ലോലെസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് എന്ന് ഉറപ്പുവരുത്തുന്നു. സാധാരണഗതിയിൽ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് കൊണ്ട് ഇത് ഗ്യാദർ ചെയ്ത് ഇത് ക്ലീൻ ചെയ്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്.
ഇപ്പോൾ എയുടെ സംഭവത്തിന് അതല്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ F-35 എന്നൊരു ഫ്ലൈറ്റ് എടുക്കുന്നു, നമ്മളൊരു ബാറ്റിൽ ഗ്രൗണ്ടിലോട്ട് സെൻഡ് ചെയ്യാൻ പോകുന്ന ഫൈറ്റർ ജെറ്റ്സിന് മുമ്പ് അത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും AI സിസ്റ്റം പറയുവാണ്, ഓക്കെ ഇതിൻ്റെ ഈ സെൻസർ പിന്നെ കംപ്ലൈൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഹൈഡ്രോളിക് യൂണിറ്റിന് പ്രോബ്ലം ഉണ്ട്, ഓക്കെ അത് പോകണ്ട, അത് മാറ്റി നിർത്തിയിട്ട് വേറെ അടുത്ത അവൈലബിൾ ആയിട്ടുള്ള വേറെ ഏത് ഫ്ലൈറ്റാണുള്ളതെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഡിസിഷൻസും AI സിസ്റ്റംസ് എടുത്തിട്ട് അത് മിലിറ്ററി യൂണിറ്റുകൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു AI ഡ്രിവൺ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ അമേരിക്കൻ മിലിറ്ററി ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അമേരിക്കയെ പറ്റി പറഞ്ഞു, കൂട്ടത്തിലുള്ള മറ്റൊരു ഭീമനാണ് ഇസ്രായേൽ. ഇസ്രായേലിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അവർ ഖമേനിയെ ട്രാക്ക് ചെയ്തതെന്നൊക്കെ. അതിൽ ഞാൻ പറഞ്ഞു ടെഹ്റാനിലെ എൻ്റെ പിന്നെ CCTV ക്യാമറ നെറ്റ്വർക്കിൽ ട്രാഫിക് ക്യാമറാസ് അവർ ഹാക്ക് ചെയ്യുന്നു. ആ ഹാക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്നുള്ള ഡേറ്റാ പോയിൻറ്റ്സ് എടുത്തിട്ട് ഓരോ ചെറിയ ചലനങ്ങളും മാറ്റുന്നു, അനലൈസ് ചെയ്യുന്നു, അതിൽ നിന്നും ഡേറ്റാ പോയിൻറ്റ്സ് ഡിറൈവ് ചെയ്യുന്നു. എപ്പോഴും AI സിസ്റ്റംസിന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഒരു കുറേ ഡേറ്റാ പോയിൻറ്റ്സ് AI സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഔട്ട്ലയർ നമ്പറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സിമ്പിളായിട്ട് ഔട്ട്ലയർ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ സെയിൽസ് നടക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ദിവസം ഒരു 10,000 രൂപയുടെ സെയിൽസ് നടക്കുന്നു, ഒരു മാസത്തെ കണക്കെടുക്കുക. പക്ഷേ ഒരു ദിവസം മാത്രം 1,00,000 രൂപയുടെ സെയിൽസ് നടന്ന ആ 1,00,000 ഔട്ട്ലെയറാണ്. അതായത് നോർമൽ ബിഹേവിയറിൽ നിന്നും വ്യത്യസ്തമായ ഒരു നമ്പർ. ഇത് എല്ലാ ഡേറ്റയ്ക്കും ഈ ഔട്ട്ലെയർ ഫാക്ടർ ഉണ്ടാവും. ഇപ്പോൾ ഒരു ആർമി ഡേറ്റ ആയാലും ശരി, ഒരു ട്രാഫിക് ഡേറ്റ ആയാലും ശരി, സാധാരണ ഉള്ള ബിഹേവിയറിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയേഴ്സ്. അങ്ങനെയുള്ള ഔട്ട്ലെയേഴ്സ് പല മേഖലകളിൽ വരും. ഇപ്പോൾ ഒരു ഫോൺ കോൾ സാധാരണ പിന്നെ രണ്ട് കീ എൻറ്റിറ്റീസ് തമ്മിൽ സംസാരിക്കുന്ന ഫോൺ കോളിൻ്റെ ടൈമിങ്ങിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈംസിന് വ്യത്യാസം വരുന്നു, കൂടുതൽ സംസാരിക്കുന്നു. ഓക്കെ, വൈ ദേ ആർ ടോക്കിംഗ് മോർ, ദാറ്റ് ഇസ് അതൊരു അനോമലിയാണ് അല്ലെങ്കിൽ അതൊരു ഔട്ട്ലെയറാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെടുത്തിയ വേറെ കാര്യങ്ങൾ. അങ്ങനെ ഇങ്ങനെയുള്ള ഔട്ട്ലെയേഴ്സിനെ കണക്ട് ചെയ്ത് വലിയൊരു പിക്ചർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം സിസ്റ്റത്തിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ട്രാഫിക് സിഗ്നൽസ് ഹൈജാക്ക് ചെയ്തതും ട്രാഫിക് ക്യാമറാസ് ഹൈജാക്ക് ചെയ്തതും അവിടെയുള്ള ആൾക്കാരുടെ മൂവ്മെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതും ഖമേനി അവർ ടാർഗറ്റ് ചെയ്തതും. അതൊരു ജസ്റ്റ് ഒരു റാൻഡം ബോംബിങ് അറ്റാക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ആയത്തുള്ള ഖമേനി അവിടെ ഉണ്ടെന്നും ആ സ്ട്രൈക്കിൻ്റെ എഫക്റ്റ് എന്തോ ആയിരിക്കും എന്നൊക്കെ കൃത്യമായി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് അന്ന് നടത്തിയത്. ഇതിനെല്ലാം തന്നെയും ഉള്ള ടെക്നിക്കൽ പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ബ്രില്യൻ്റായ ഏറ്റവും എഫിഷ്യൻ്റായ മിലിറ്ററി ഹബ് എന്ന് മിലിറ്ററി ഡേറ്റ ഇൻ്റലിജൻസ് ഹബ് എന്ന് വിശേഷിക്കപ്പെടുന്ന യൂണിറ്റ് 8200 ആണ്. IDF 8200 എന്ന് പറയുന്ന യൂണിറ്റാണ്. അത് ഇസ്രായേലിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് യൂണിറ്റാണ്. അവരാണ് ഇതെല്ലാം ബിൽഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ അമേരിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ അമേരിക്ക കറൻ്റ്ലി ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AI സിസ്റ്റംസിൻ്റെ ഇത് റൺ ചെയ്യുന്നത് US-ൻ്റെ അകത്തുള്ള സെർവറുകളിലാണ്. അപ്പോൾ ഇത്തരം സെർവറുകളിൽ റൺ ചെയ്യുമ്പോൾ ചെറിയൊരു ലാഗ് ഉണ്ടാകും. കാരണം ഡേറ്റ പാസ് ഇവിടെ വന്നതിന് ശേഷം പ്രോസസ്സ് ചെയ്ത് തിരിച്ചു വരാനുള്ള ഒരു ലാഗ് ഉണ്ടാകും. എന്നാൽ ഇസ്രായേൽ ഡെവലപ്പ് ചെയ്തത് എയർ ഗ്യാപ്പ് സെർവേഴ്സാണ്. എയർ ഗ്യാപ്പ് സെർവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ കംപ്ലീറ്റ്ലി ഇസ്രായേൽ മിലിറ്ററി ഡേറ്റ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്തെടുത്ത് മോഡലുകൾസ് അവരുടെ സിസ്റ്റത്തുകളിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഈ ഒരു നെറ്റ്വർക്ക് കണക്ടിവിറ്റി മാത്രം മതി, വെളിയിലുള്ള ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവർ ഇസ്രായേൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ മെയിൻലി യൂസ് ചെയ്യുന്നത് 3 AI സിസ്റ്റംസാണ്. ഒന്ന് ഗോസ്പെൽ, ഒന്ന് ലാവൻഡർ, ഒന്ന് വേർ ഇസ് ഡാഡി. എന്തൊക്കെയാണ് ഈ 3 സിസ്റ്റംസ്? ഗോസ്പെൽ. ഈ ഗോസ്പെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ബിൽഡിങ്സ് ടാർഗറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു AI സോഫ്റ്റ്വെയറാണ്. ഇത് ഡ്രോൺ ഫുട്ടേജ്, സർവൈലൻസ് ഡേറ്റ, ഹ്യൂമൻ സർവൈലൻസ്, സാറ്റലൈറ്റ് ഇമേജിനറി, ജോഗ്രഫിക്കലായിട്ടുള്ള വേറെ ഡേറ്റ പോയിൻറ്റ്സ് ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് കീ ആയിട്ടുള്ള ബിൽഡിങ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് വെപ്പൺ സ്റ്റോറേജ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മിലിറ്ററി വെയർ ഹൗസസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതുപോലെയൊക്കെയുള്ള കീ ബിൽഡിങ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഈ ഗോസ്പെൽ എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഈ ഗോസ്പെൽ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഡേറ്റ ഉണ്ടല്ലോ, ഈ ഡേറ്റ സാധാരണ ഒരു ഹ്യൂമൻ ഗ്രൂപ്പ്, നമ്മൾ മനുഷ്യരുടെ ഒരു ഗ്രൂപ്പ് ഇരുന്ന് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം 50 ടാർഗറ്റുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡേറ്റ പോയിൻറ്റ്സ് എല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഗോസ്പെൽ ഒരു ദിവസം 100 ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. അത്രമാത്രം എഫിഷ്യൻ്റാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന AI സിസ്റ്റംസ്. മെറ്റയുടെ ലാമ മോഡൽസും അതുപോലുള്ള ഓപ്പൺ സോഴ്സ് AI മോഡൽസും ഒക്കെയാണ് ഇസ്രായേൽ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ, അതായത് ഇതിൻ്റെയൊക്കെ ഒരു ഇൻറ്റേർണൽ വർക്കിംഗ് മെത്തഡോളജി എന്താണെന്ന് നമുക്ക് യാതൊരു വിധത്തിലും അറിയാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തത് ലാവൻഡർ. ഈ ലാവൻഡറിന് ഒരു പ്രത്യേകതകളുണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. ഈ ലാവൻഡർ സിസ്റ്റം പ്രൈമർലി യൂസ് ചെയ്യുന്നത്
ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ്. അതായത് ഏതെങ്കിലും തീവ്രവാദികളുണ്ടെങ്കിൽ ആ തീവ്രവാദികളെ കൃത്യമായ ലൊക്കേഷനിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം സ്ട്രൈക്ക് കാലിബർ വേണ്ടി വരും ഇയാളുടെ ഉള്ള ഗ്രൂപ്പിനെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ അത് അത്തരത്തിലുള്ള ഡേറ്റ ഇൻഫർമേഷൻ ഐഡൻറ്റിഫൈ പിൻ പോയിൻ്റ് ആക്യുറസിയോടുകൂടി ഈ തീവ്രവാദികളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതിനകത്ത് സാധിക്കും. ഇത് മൾട്ടിപ്പിൾ ഡേറ്റ പോയിൻറ്റ്സാണ്. അതായത് ഇപ്പോൾ ട്രാഫിക് ക്യാമറാസിൻ്റെത്, അതുപോലെ തന്നെ ഫോണിൻ്റെത്, എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻസ്, അങ്ങനെ പല ഡേറ്റ പോയിൻറ്റ്സിനെ അനലൈസ് ചെയ്തിട്ടാണ് ഒരാളുടെ ലൊക്കേഷൻ ഇന്ന സ്ഥലത്താണ് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കേവലം ജസ്റ്റ് ഒരു ഡ്രോണിൻ്റെ സാറ്റലൈറ്റ് ഇമേജിനറി മാത്രമല്ല, അതെല്ലാം യൂസ് ചെയ്യും. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിൽ നിത്യേന നടക്കുന്ന പല കാര്യങ്ങളുടെയും ഡേറ്റ ഇതിൻ്റെ അകത്തോട്ട് പോകും. ഇലക്ട്രിക് കൺസപ്ഷൻ്റെ പോലും ഡേറ്റ ഇതിൻ്റെ അകത്തോട്ട് പോകുമെന്നാണ് പറയുന്നത്. അതായത് ഒരു വീട്ടിലോട്ട് ഇപ്പോൾ ഇലക്ട്രിക് സാധാരണഗതിയിൽ 5 യൂണിറ്റ് കറണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 10 യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, വൈ ഇറ്റ് ഈസ് ഹയർ, അതൊരു അനോമലിയാണ്. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് സാധാരണ നമ്മൾ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഡേറ്റ പോയിൻറ്റ്സിനെ എല്ലാം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കൃത്യമായിട്ട് ഇന്നയാൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരു AI സിസ്റ്റമാണ് വേർ ഇസ് ഡാഡി. വേർ ഇസ് ഡാഡി എന്ന് പറയുന്ന സിസ്റ്റം എഗെയിൻ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മെയിൻലി മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് വഴിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഈ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ്, പല ടവറുകളിലുള്ള മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഒരു സിഗ്നൽ ചേഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരാളുടെ റൂട്ട് മാപ്പ് ചെയ്യുക. അയാൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഏത് സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ പുറകിൽ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇതാണ് വേർ ഇസ് ഡാഡി എന്ന് പറയുന്ന AI സിസ്റ്റം ഉപയോഗിക്കുന്നത്. മെയിൻലി 3 AI സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഇത് പല വാർത്താ മാധ്യമങ്ങളിലും വന്നതാണ്. പക്ഷേ ഇതിനകത്തൊരു കൺഫേംഡ് പ്രൂഫൊന്നുമില്ല. ലാവൻഡർ എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിൽ യൂസ് ചെയ്തു എന്ന് പറയപ്പെടുന്നത്. അതിനകത്ത് നമുക്ക് കൺഫർമേഷൻ, നമുക്കൊരിക്കലും അത്ര ആ ഡീറ്റെയിൽസിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കൺഫർമേഷൻ കിട്ടാറില്ല. പലരും ഞാൻ ഈ വീഡിയോയിൽ പല കാര്യങ്ങളും പറയുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് വന്നിടുന്നത് ഞാനിത് മേക്കപ്പ് ചെയ്ത സ്റ്റോറിയാണെന്നാണ്. അങ്ങനെയല്ല. ഞാൻ ഈ ചാനലിൽ പറയുന്ന എല്ലാ വീഡിയോസിൻ്റെയും സോഴ്സ് ഞാൻ വീഡിയോയുടെ താഴെ ലിസ്റ്റ് ചെയ്യാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ ഇൻ്റർനാഷണൽ മീഡിയാസിൽ വന്നിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ആർട്ടിക്കിൾസിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്ന സാധനമാണ്. ഞാൻ അതിൻ്റെ ഒരു രത്ന ചുരുക്കമാക്കി പറയുന്നതെന്ന് മാത്രം. ഈ ലാവൻഡർ എന്ന് പറയുന്ന സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ പ്രൊഫൈൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അയാൾക്കൊരു മിലിറ്റൻ കണക്ഷനുള്ള ചാൻസ് എത്രയാണ്, ഓക്കെ, ഓൺ എ സ്കെയിൽ ഓഫ് 1 to 100 ഇയാൾക്ക് ഒരു മിലിറ്റൻ്റ് അഫിലിയേഷനുള്ള ചാൻസ് എത്രയാണെന്ന് വരെ ഡിഫൈൻ ആയിട്ട് പറയാം. അയാളുടെ ഒരു റെഗുലർ ബിഹേവിയർ, ഡേ ടു ഡേ പാറ്റേൺസ് എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അത്ര ക്ലിയർ ആയിട്ട് ഉള്ള ഇൻഫർമേഷൻ കൊടുക്കും. ഇത് ഹ്യൂമൻ ഇൻ്റലിജൻസ് എപ്പോഴും വേണം. പക്ഷേ ഹ്യൂമൻ എത്തുന്നതിന് മുമ്പ് എല്ലാം വേണ്ട വർക്ക് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ AI സിസ്റ്റംസ് കൊടുക്കും. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസും ഒന്നും മുന്നത്തെ പോലെ വാറിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു എലമെൻ്റായിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഇറാൻ US ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ ഒരു 90% ഓഫ് ദ വാർ സ്ട്രാറ്റജി ഡ്രൈവ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസാണ്. ഇത് കേവലം ഒരു തുടക്കം മാത്രമാണ്. എങ്ങോട്ടാണ് ഇത് ഗ്രോ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ എത്തിക്കൽ ഒരു ലിമിറ്റ് എന്താണ്, അല്ലെങ്കിൽ എത്തിക്കൽ മൊറാലിറ്റി എന്താണ്, അല്ലെങ്കിൽ ലീഗാലിറ്റി എന്താണ് എന്നുള്ളത് വരും നാളുകളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ നമ്മൾ കാണുന്ന ഒരു വെപ്പൺ സ്ട്രാറ്റജി സിസ്റ്റം കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇനിഷ്യലി ഒരു മാസ് വാർഫെയർ അല്ലെങ്കിൽ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടവയാണ്. അത് ജസ്റ്റ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്ന് മാത്രം. നമ്മൾ കാണുന്ന കമ്പ്യൂട്ടർ ആയാലും ശരി, അലൻ ട്യൂറിങ്ങിൻ്റെ മെഷീൻ വാസ് ബേസിക്കലി ഡിസൈൻഡ് നാസീസ് അയക്കുന്ന മെസ്സേജസ് ഡീക്രിപ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു. നമ്മളിന്ന് പാത്രങ്ങൾ ഉപയോഗിക്കുന്ന ടെഫ്ലോൺ കോട്ടിംഗ്, അത് ജർമ്മനിയിലെ ചെളിക്കുണ്ടുകളിൽ ഇറങ്ങുന്ന ടാങ്കുകൾക്ക് വാട്ടർ പ്രൂഫിംഗ് എന്നുള്ള നിലയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. നമ്മൾ കാണുന്ന ഇൻ്റർനെറ്റ്, അത് ഡാർപ്പ, ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വാൻസ്ഡ് പ്രോജക്റ്റ് ഏജൻസി, അവർ അർപ്പാനെറ്റ് എന്ന രീതിയിൽ ആദ്യമായിട്ട് US മിലിറ്ററിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ടെക്നോളജിയാണ്. നമ്മുടെ GPS അങ്ങനെ വന്നതാണ്. മൊബൈൽ ടെക്നോളജി, സെൽ ടെക്നോളജി, അങ്ങനെയെല്ലാം നമ്മൾ ഈ കാണുന്ന പരിപാടികളെല്ലാം, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 4K ക്യാമറ, ക്ലാരിറ്റി ക്യാമറ പോലും മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടുകയും പിന്നീട് ഒരു ലാർജ് സ്കെയിൽ പബ്ലിക് അഡോപ്ഷൻ വരികയും ചെയ്ത സാധനമാണ്.
എയുടെ ബിഗിനിങ് സ്റ്റേജിലാണ് നമ്മളൊന്നും കാണാത്ത പല രീതിയിലുള്ള ഡേറ്റ അനാലിസിസും മിലിറ്ററി സൈഡിൽ ഒരുപക്ഷെ നടക്കുന്നുണ്ടാവാം. നമ്മളൊരു 4-5 വർഷം കഴിഞ്ഞായിരിക്കും അത്രയും എഫിഷ്യൻ്റായ സിസ്റ്റം പബ്ലിക്കിന് കിട്ടുന്നത്. എന്തായാലും ഈ യുദ്ധവും ഇതിൻ്റെ പുറകിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സിസ്റ്റംസിനെ പറ്റിയുള്ള കഥയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.